കൂട്ടക്കുരുതി നടത്തി മണ്ണിൽ ചോരപ്പുഴകൾ ഒഴുക്കുന്നു, കുടലക്കളങ്ങൾ തീർക്കുന്നു. ചോദിച്ചില്ല ജാതി അവർ, ചോദിച്ചില്ല സംസ്ഥാനം, പാർട്ടി ഏതെന്നാറാനില്ല. ഹിന്ദുവോ മുസ്ലിമോ കൂട്ടങ്ങൾ, പാകിസ്ഥാന്റെ ചേറ്റുപട്ടികൾ, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ പോലും നിർമ്മിച്ചു കൊടുക്കാൻ ഭാരതത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മളത് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ട് നമുക്ക് വൈരാഗ്യമുണ്ട്, പാകിസ്ഥാന് നമ്മളോട് വൈരാഗ്യമുണ്ട്. ഒക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളാണ്. കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ടാണ് ആ പാകിസ്ഥാൻ ഉണ്ടായത് തന്നെ. ഇതൊക്കെ ചരിത്രമാണ്. പക്ഷേ കാലം മുന്നോട്ട് പോയതനുസരിച്ച് ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു വിഭജന രാഷ്ട്രീയം അറിഞ്ഞോ അറിയാതെയോ ഉടലെട്ടി. അത് എവിടെ നിന്നുണ്ടായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ഉണ്ടായ സംഭവം. സാധാരണഗതിയിൽ അതിർത്തിയിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, അതിർത്തിയിൽ വെടിവെപ്പുണ്ടാവാറുണ്ട്, നമ്മുടെ ഭടന്മാർ മരിക്കാറുണ്ട്, കാശ്മീരിലെ തീവ്രവാദികൾ തോക്കെടുക്കാറുണ്ട്, വെടിവെക്കാറുണ്ട്. കാശ്മീരിൽ തന്നെയുള്ള നമ്മുടെ ഭാരതീയരായിട്ടുള്ള കാശ്മീരികളായിട്ടുള്ളവർ വെടിയേറ്റ് മരിക്കാറുണ്ട്, ഒക്കെ സംഭവിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിച്ചത് തീവ്രവാദ ആക്രമണം, ഭാരതീയർക്കെതിരെ, ഇന്ത്യൻ പൗരന്മാർക്കെതിരെ തീവ്രവാദികൾ വെടിവെക്കുന്നു. ഈ രാജ്യത്തെ ശിഥിലമാക്കുവാൻ, ഈ രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ, നമ്മുടെ സാമ്പത്തിക കുതിപ്പിനെ തടഞ്ഞു നിർത്താൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ തീവ്രവാദ ആക്രമണം നടക്കുന്നതെന്നാണ്. പക്ഷേ കഴിഞ്ഞ 1.5 വർഷമായി കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തി സമാധാനപരമായ അന്തരീക്ഷമുണ്ടാക്കി ലോക രാജ്യങ്ങൾ മുഴുവൻ ഭാരതത്തിൽ ഒരു തീവ്രവാദ പ്രവർത്തനവുമില്ല, എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുന്നു. കാശ്മീർ പോലെയുള്ള തീവ്രവാദ സംസ്ഥാനങ്ങളിൽ നിന്ന് സമാധാനത്തിന്റെ കാറ്റ് വീശുന്നു. ലോകത്തിന് നാനാഭാഗത്തു നിന്നും ആളുകൾ അവിടെ എത്തുന്നു, ആ നാട് കാണുന്നു, അവിടുത്തെ പ്രകൃതി രമണീയത ആസ്വദിച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ മടങ്ങിപ്പോകും. അങ്ങനെ ലോകത്തുള്ള നേതാക്കന്മാരെ വരെ നമ്മൾ അവിടെ കൊണ്ടുപോയി കോൺഫറൻസുകളിൽ പങ്കെടുപ്പിക്കുന്നു. അങ്ങനെ ഇന്ത്യ സമാധാനപരമായ രാജ്യമായി മാറി. ഇവിടെ യാതൊരു തർക്കവുമില്ല. സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുന്നു. നമ്മളിന്ന് 5ാം സ്ഥാനത്താണ്. 1-2 വർഷം കഴിയുമ്പോൾ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ വളരുന്നു എന്ന് ലോകം മൊത്തം അംഗീകരിച്ചിരിക്കുന്നു. അത്തരത്തിൽ നമ്മളിന്ന് വികസനത്തിന്റെ പാതയിലാണ്. ഒരു വികസിത രാഷ്ട്രമായി മാറുകയാണ് ഭാരതം. പക്ഷേ അങ്ങനെ നമ്മളെ ഒരു വികസിത രാജ്യമായി മാറാൻ അനുവദിക്കില്ല. നമ്മളെ യുദ്ധത്തിന്റെ മുഖത്തേക്ക് കൊണ്ടുപോകും, തള്ളിക്കൊണ്ടുപോകും, നിർബന്ധിതരാക്കും. ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കും. അതിന് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ഇത്രയും കാലം ശ്രമിച്ചെങ്കിൽ അത് പരാജയപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ പേര് പറഞ്ഞ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താൻ അവരെ ഉപയോഗിച്ചിട്ട് ഇന്നത് സാധിക്കുന്നില്ല. കാരണം ഇന്ത്യയിലെ മുഴുവൻ ജനതയും ഇന്ന് ദേശ സ്നേഹത്തില് അടിയുറച്ച് വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നതിനും ആ പ്രസ്ഥാനത്തിനെ ഭാരതത്തിന്റെ ഭരണ സ്ഥിരാ കേന്ദ്രത്തിലേക്ക് 3ാം തവണയും എത്തിക്കുകയും ഇനിയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും
ഒരു കേന്ദ്ര ഭരണം സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല എന്നുള്ള സാഹചര്യം ഈ ഭാരതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ മുന്നോട്ടുള്ള പോക്കിനെ തടയാൻ സാധിക്കില്ല. രാഷ്ട്രീയമായി രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗിച്ച് തമ്മിലടിപ്പിച്ച് ഇന്ത്യയെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോ ആരായിരുന്നുവോ ആ രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗിച്ച് ദേശദ്രോഹ രാഷ്ട്രദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നവർ അവരവരുടെ ശൈലി മാറ്റിയിരിക്കുന്നു. അവര് തൊട്ടാൽ പൊള്ളുന്ന വിഷയം, തൊട്ടാൽ എല്ലാവർക്കും പൊള്ളുന്നതായ വിഷയം കണ്ടെത്തി. അത് മതമാണ്. മതത്തിന്റെ പേരിലാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. മതത്തിന്റെ പേരിൽ ഇന്ത്യ വിഭജിച്ച് തമ്മിലടിച്ച് ഈ രാജ്യത്തിനെ നശിപ്പിച്ചവർ വീണ്ടും അത് തന്നെയാണ് മാർഗമെന്ന് കണ്ടെത്തിയിട്ട് മതത്തിന്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനം നടത്താൻ തയ്യാറായി വന്നിരിക്കുന്നതിന്റെ സ്പഷ്ടമായ ഉദാഹരണമാണ് ഇന്നലെ നടന്നത്.